യഹോസ്കേൽ അധ്യായം 45. ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിൻ്റെ ഒരു വിശദാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം. അത് 25,000 മുഴം നീളവും 20,000 മുഴം വീതിയുമുള്ളതായിരിക്കണം. അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം. അതിൽ 500 മുഴം നീളവും 500 മുഴം വീതിയുമായി ചതുരശ്രമായ ഒരു ഇടം വിശുദ്ധ സ്ഥലത്തിനായിരിക്കണം. അതിന് ചുറ്റുപാട് 50 മുഴം സ്ഥലം വെറും പ്രദേശമായി കിടക്കണം. ആ അളവിൽ നിന്ന് 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും അളക്കണം. അതിൽ വിശുദ്ധമായ വിശുദ്ധമന്ദിരം ഉണ്ടായിരിക്കണം. അത് ദേശത്തിൻ്റെ വിശദാംശമാകുന്നു. അത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അടുത്ത് വരുന്നവരായി വിശുദ്ധമന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധമന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം. പിന്നെ 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ഉള്ളത് ആലയത്തിൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം. വിശദാംശമായ വഴിപാടിൻ്റെ പാർശ്വത്തിൽ നഗരസ്വത്തായി 5,000 മുഴം വീതിയിലും 25,000 മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം. അത് ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളതായിരിക്കണം. പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറോട്ടും കിഴക്ക് വശത്ത് കിഴക്കോട്ടുമായിരിക്കണം. അതിൻ്റെ നീളം ദേശത്തിൻ്റെ പടിഞ്ഞാറേ അതിരു മുതൽ കിഴക്കേ അതിരു വരെയുള്ള അംശങ്ങളിൽ ഒന്നിനോട് ഒത്തിരിക്കണം. അത് ഇസ്രായേലിൽ അവനുള്ള സ്വത്തായിരിക്കണം. എൻ്റെ പ്രഭുക്കന്മാർ ഇനി എൻ്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രായേൽ ഗൃഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കണം. യഹോവയെ കർത്താവ് പ്രാരംഭം ചെയ്യുന്നു. ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൻ, സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ. എൻ്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്ന നിർത്തുവിൻ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഒത്ത തുലാസും ഒത്ത ഏഫയും ഒത്ത ബത്തയും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫയും ബത്തും ഒരു പ്രമാണമായിരിക്കണം. ബത്ത് ഹോമറിൻ്റെ 10 ഏഫ ഹോമറിൻ്റെ 10 ആയിരിക്കണം. അതിൻ്റെ പ്രമാണം ഹോമറിനൊത്തതായിരിക്കണം. ശേക്കൽ 1 20 ഗേര ആയിരിക്കണം. 5 ശേക്കൽ 5 അത്രേ, 10 ശേക്കൽ 10 അത്രേ, 50 ശേക്കൽ ഒരു മാന എന്നിങ്ങനെ ആയിരിക്കണം. നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ ഒരു ഹോമർ ഗോതമ്പിൽ നിന്ന് ഏഫയുടെ 6 ഒരു ഹോമർ യവത്തിൽ നിന്ന് ഏഫയുടെ 6 കൊടുക്കണം. എണ്ണയ്ക്കുള്ള പ്രമാണം 10 ബത്ത് കൊള്ളുന്ന ഹോമരായ ഒരു കോരിൽ നിന്ന് ബത്തിൻ്റെ 10 കൊടുക്കണം. 10 ബത്ത് ഒരു ഹോമർ. പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് ഹോമയാഗമായും ഭോജനയാഗമായും ഹോമയാഗമായും സമാധാനയാഗങ്ങളായും ഇസ്രായേലിൻ്റെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറങ്ങളിലെ 200 ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദേശസാല ജനവും ഇസ്രായേലിൻ്റെ പ്രഭുവിന് വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം. ഉത്സവങ്ങളിലും അമാവാസികളിലും ശബത്തുകളിലും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാവുന്നു. ഇസ്രായേൽ ഗൃഹത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. യഹോവയായ കർത്താവ് പ്രാരംഭം ചെയ്യുന്നു. 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധമന്ദിരത്തിന് പാപപരിഹാരം വരുത്തണം. പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തത്തിൽ കുറേ എടുത്ത് ആലയത്തിൻ്റെ മുറിച്ചുവരിലും യാഗപീഠത്തിൻ്റെ തട്ടിൻ്റെ 4 കോണിലും അകത്തെ പ്രാകാരത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുറിച്ചുവരിലും പറ്റണം. അങ്ങനെ തന്നെ നീ 7-ാം മാസം 1-ാം തീയതിയും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചു പോയതിനു വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തണം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സാധുജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ഉത്സവത്തിൻ്റെ 7 ദിവസവും അവനെ ഹോമയാഗമായി ഊനമില്ലാത്ത 7 കാളയും 7 ആട്ടുകൊറ്റനെയും ആ 7 ദിവസവും ദിനംപ്രതി അർപ്പിക്കണം. പാപയാഗമായി ദിനംപ്രതി ഓരോ കോലാട്ടിൻകുട്ടിയെയും അർപ്പിക്കണം. കാള 1-ന് ഒരു ഏഫയും ആട്ടുകൊറ്റൻ 1-ന് ഒരു ഏഫയും ഏഫ 1-ന് ഒരു ഹീൻ എണ്ണയും വീതം അവൻ ഭോജനാഗം അർപ്പിക്കണം. 7-ാം മാസം 15-ാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ 7 ദിവസം എന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം.